വീട്ടിൽ നിന്ന് ചോര ഒലിപ്പിച്ച് അലറി വിളിച്ചായിരുന്നു ആ യുവാവ് പുറത്തേക്ക് ഓടിയത്. ഇതിന് പിന്നിൽ ഒരു പെണ്ണാണ്, ഒരു പെൺകുട്ടിയാണ്. 33 വയസ്സുണ്ട്, 35 വയസ്സുണ്ട് ഇദ്ദേഹത്തിന്. ഇയാൾക്ക് എന്തായിരുന്നു ഇതിന് പിന്നിൽ? ഇയാൾ ഈ അലറി വിളിച്ച് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ചോര ഒലിപ്പിച്ച് ഓടാനുണ്ടായ കാരണം എന്താണ്? ഈ പണ്ട് ഒരു ബലാത്സംഗത്തിന് ശ്രമിച്ച ഒരു സ്വാമിയുടെ ലിംഗം ഒരു പെൺകുട്ടി ഛേദിച്ച വാർത്ത വലിയ വിഷയമായിരുന്നു. അത് പെൺകുട്ടിയെ ആ സ്വാമിക്കെതിരെ പിന്നീട് പിന്നീട് ആ പെൺകുട്ടി വന്നിട്ട് നിഷേധിച്ചു. നിഷേധിച്ചു. അല്ല, ആ സമയത്ത് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. ഒരു സ്വാമി ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദങ്ങളുണ്ടായി. ലിംഗം മുറി ഇപ്പോൾ വലിയ വിഷയമല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലിംഗം ഛേദിച്ചതാണ് വിഷയം. നമ്മുടെ വിഷയം അത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു 24 ഫീമെയിൽ കോട്ടയം ആ സിനിമയിലും ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടില്ലേ? ആ സിനിമ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഛേദിക്കാനൊക്കെ പറ്റുമല്ലേ എന്നുള്ളത്. എന്തായാലും ഈ സംഭവം നടക്കുന്നത് ഡൽഹിയിലാണ്. അതായത് ഒരു പെൺകുട്ടി ഈ പറഞ്ഞ എന്താ പറയുക, ഒരു പെൺകുട്ടിക്ക് ഒരു തെരുവ് കച്ചവടക്കാരനോടൊരു പ്രണയം തോന്നുന്നു. ഇവർ തമ്മിൽ പ്രണയിച്ചു കഴിഞ്ഞപ്പോൾ പെൺകുട്ടി കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാണ് പ്രണയിക്കുന്നത്. അപ്പോൾ ഈ തെരുവ് കച്ചവടക്കാരൻ പറയുന്നു, ഞാൻ കല്യാണം കഴിക്കില്ല, പക്ഷേ സെക്സ് ചെയ്യാം. കല്യാണം കഴിക്കാൻ പറ്റില്ല, സെക്സ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ തുണി വലിച്ചൂരിയപ്പോൾ ഈ പെൺകുട്ടിക്ക് നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ സെക്സ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഒരു കത്തിയെടുത്ത് അപ്പം തന്നെ കാമുകൻ്റെ ലിംഗം അങ്ങ് മുറിച്ചു. ഇത് വെച്ചിട്ട് നീ ആരെയും സെക്സ് ചെയ്യാൻ പോണ്ട. ഇവർ തമ്മിൽ ഒരുപാട് നാളായി പ്രണയത്തിലായിരുന്നു. ഈ പെൺകുട്ടിക്ക് രാത്രി വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് ഇത് ചെയ്തത്. 22 വയസ്സുണ്ട് ഈ പെൺകുട്ടിക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരുവ് കച്ചവടക്കാരനാണ് ഈ 35 വയസ്സുകാരായിട്ടുള്ള ആളെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി നേരത്തെ തന്നെ ഇദ്ദേഹം കല്യാണം കഴിക്കാം എന്ന ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് ആ പെൺകുട്ടി അയാളുമായിട്ട് അടുപ്പത്തിലായതും സൗഹൃദത്തിലൊക്കെ ആയതും. പക്ഷെ പിന്നീട് ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നത് തന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് സമ്മതമില്ല, ഇയാളുടെ വീട്ടുകാരതിന് സമ്മതിക്കുന്നില്ല. 22 വയസ്സേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക്. പക്ഷെ അതിന് പിന്നാലെ ഇവർ തമ്മിൽ അസ്വാരസ്യം ഉണ്ടാവുന്നു. ഒരുപാട് നാളുകൾ ഇദ്ദേഹം ഇവളുമായിട്ട് വിട്ടു നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് ഈ പെൺകുട്ടി വീണ്ടും ഇയാളെ വീട്ടിലേക്ക് വിളിക്കുന്നത്. ഈ ദില്ലിയിലെ മംഗോൾപുരിയിലാണ് ഈ സംഭവം. 35കാരനാണ് കാമുകൻ. 35കാരൻ്റെ ജനനേന്ദ്രിയം ഛേദിച്ചെടുത്ത കാമുകിക്ക് 22 വയസ്സേ ഉള്ളൂ. ആ പെൺകുട്ടിയുടെ ധൈര്യത്തെ സമ്മതിക്കുന്നു. രണ്ടുപേരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു. എന്നാൽ യുവാവിൻ്റെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചിരുന്നില്ല. ഇതോടെ യുവാവ് ബന്ധത്തിൽ നിന്ന് പുറകോട്ട് പോവുകയായിരുന്നു. തെരുവ് കച്ചവടക്കാരനാണ് യുവാവ്. പ്രണയം മാത്രമായിരുന്നില്ല ഇവർക്കിടയിൽ, പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി 11:30ഓടെയാണ് സംഭവം നടക്കുന്നത്. കച്ചവടം കഴിഞ്ഞ് മടങ്ങിയായിരുന്നു യുവാവ്. അപ്പോഴാണ് യുവതിയുടെ സഹോദരി യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വീട്ടിലെത്തിയപ്പോൾ വിവാഹക്കാര്യം ചർച്ച ചെയ്തു. ഇത് പിന്നീട് തർക്കത്തിലേക്ക് നീണ്ടു. അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടുപോയി. വിവാഹത്തിന് സമ്മതമല്ലെന്ന് യുവാവ് പറഞ്ഞതോടെ യുവതി കാമുകനെ സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു. വസ്ത്രം വലിച്ചൂരി കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അപ്പോഴും കാമുകൻ അതിനെ എതിർത്തു. സെക്സ് ചെയ്തതിനെയും കാമുകൻ ശക്തമായി എതിർത്തപ്പോഴാണ് യുവതി കത്തി കയ്യിലെടുത്ത് അതിനുശേഷം ജനനേന്ദ്രിയം ഛേദിക്കുകയായിരുന്നു. കാമുകൻ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി. ഇതിന് പെൺകുട്ടിയുടെ സഹോദരിയുടെയും ഭർത്താവിന്റെയും പിന്തുണ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയതിനു ശേഷം ഈ പെൺകുട്ടി തന്നെയാണ് ഈ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളെ നിർബന്ധിപ്പിക്കുന്നതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാളെ നിർബന്ധിപ്പിച്ചത് ഈ പെൺകുട്ടി തന്നെ. ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഇവർ തമ്മിലുള്ള ബന്ധം ഇയാൾ ഉപേക്ഷിച്ചു. അതിനുശേഷം ഇയാളെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക ചെയ്യുന്നത് ഈ കുട്ടി. നീ ഒരു ദിവസം വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വീട്ടിലേക്ക് വരുന്നു. വന്നതിന് ശേഷം നിർബന്ധമായിട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും ഇയാളെ കൊണ്ട് സെക്സ് ചെയ്യിപ്പിക്കുന്നു. ചെയ്തതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ഈ ജനനേന്ദ്രിയം മുറിച്ച് കളയുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടെ കൃത്യമായിട്ട് പ്രതികാരം ഈ പെൺകുട്ടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇയാളെ വളരെ തീവ്രമായിട്ട് അതികഠിനമായി പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻ പോയിന്റ്. അതികഠിനമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ആ പ്രണയം ഒരു വിവാഹത്തിലേക്ക് ചെന്നെത്തുമെന്നും ഇവർക്കൊരു ദാമ്പത്യം, ഒരു നല്ല ദമ്പതികളായിട്ട് വരും വർഷങ്ങളിൽ ജീവിക്കാമെന്നും ഒരു മക്കളെയൊക്കെ ഉണ്ടാക്കാമെന്നും അങ്ങനെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഈ പെൺകുട്ടി മനസ്സിൽ നെയ്തു കൂട്ടുന്നു. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ തകർന്ന് തരിപ്പണമാകുന്നതിൻ്റെ വേദന, പ്രതികാരമാണ് ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ പ്രതികാരം എവിടെ വരെ എത്തി? അതായത് ഈ പെൺകുട്ടിയുടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുഹൃത്തിനെ പോലെയല്ല നീ എന്നെ കണ്ടിരുന്നത്, വെറും എൻ്റെ ശരീരം മാത്രം, ഒരു കാമവസ്തുവായി മാത്രമാണ് നീ എന്നെ കണ്ടിരുന്നത് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സാധനം പെൺകുട്ടിയുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനതേന്ദ്രിയം. ഇനി നിനക്കിത് വേണ്ട, എന്നെ നീ എങ്ങനെയാണോ ഉപയോഗിച്ചത് അതുപോലെ നീ ഇനി ഒരു പെണ്ണിനെയും ഉപയോഗിക്കാൻ പാടില്ലടാ എന്ന് പറഞ്ഞിട്ടാണ് അത് മുറിച്ച് മാറ്റിയത്. ഗൗതം പറഞ്ഞ ഒരു പ്രധാന പോയിന്റാണ്. തീവ്രമായ ഒരു പ്രണയമാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇതിലേക്ക് എത്തിച്ചത്. പലപ്പോഴും നമ്മൾ ഈ ഫീമെയിൽ കോട്ടയത്തിലും തീവ്രമായ പ്രണയമായിരുന്നു. ഭാഗമായിട്ട് അയാൾ വഞ്ചിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നില്ല. ആ പെൺകുട്ടിയെ പലർക്കും കാഴ്ച വയ്ക്കുന്നത് അത്ര വലിയ വേദന വേറെ ഒരു വേദനയും ഇല്ല എന്നാണ്. ഗൗതം ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗൗതം വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എങ്ങനെയാ പിന്നെ ഇത്രയും ഇതായിട്ട് ഈ വേദന മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്കറിയാലോ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഞ്ചിക്കപ്പെടാതെയും ശരിയാണ്. വിശ്വസിക്കുന്ന ആളുകൾ വഞ്ചിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിക്കേണ്ട വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിലവിലില്ല. എനിക്ക് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ ഒരവസരത്തിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ തീവ്രമായ ഒരു പ്രണയം ആണ് ആ പെൺകുട്ടിയെ കൊണ്ട്. ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ലേ, ഇപ്പോൾ ഈ ചതിച്ച് കഴിയുമ്പോൾ ആസിഡ് വീത്തുന്നു, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുന്നു, പിന്നെ കത്തി കൊണ്ട് കുത്തി കൊല്ലുന്നു, പിന്നെ തോക്കെടുത്ത് വെടിവെച്ച് വരെ കൊല്ലുന്ന വാർത്തകൾ കേരളത്തിൽ സുപരിചിതമായി നമ്മൾ കാണുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ കൊല്ലുന്നവരെ വലിയ രീതിയിൽ നമ്മൾ വലിയ രീതിയിൽ ചിത്രീകരിക്കുന്നു, മോശമായി പറയുന്നു. കൊല്ലാൻ പാടില്ല. ഒരു പ്രണയത്തിൻ്റെയും അവസാനം അത് പരസ്പരം സൗഹൃദത്തോടെ പിരിയണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് പോകാൻ പറ്റിയില്ലേ, പരസ്പര സൗഹൃദത്തോടെ സംസാരിച്ച് പിരിയൂ. നല്ല സുഹൃത്തുക്കളായിരിക്കാൻ ശ്രമിക്കണമെന്ന് പറയുമ്പോഴും അതൊരിക്കലും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നീട് നല്ല സുഹൃത്തുക്കളായി ഞങ്ങൾ ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറും മുഖംമൂടികളാണ്. വളരെ അപൂർവം അത്തരത്തിൽ മനസ്സിൽ ഏറ്റവും നന്മകൾ ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ സുഹൃത്തുക്കളായൊക്കെ ഒരു കാമുകിയായിട്ട് കണ്ട ഒരു പെൺകുട്ടിയെ പിന്നീട് സുഹൃത്തായി കാണാനൊന്നും ഒരു കാമുകനായി കണ്ട ആളെ സുഹൃത്തായി കാണാൻ ഒരു കാമുകിക്കും കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഈ സ്നേഹിച്ച് നമ്മൾ ഒരാളെ തന്നെ തീവ്രമായി സ്നേഹിക്കുമ്പോൾ അയാളിൽ തന്നെ നമ്മൾ നമ്മുടെ സമയവും ജീവിതവും നമ്മുടെ പിന്നെ എല്ലാ തരത്തിലുള്ള നമ്മുടെ കാര്യങ്ങളും അയാളിൽ തന്നെ നമ്മൾ അർപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ അയാളല്ലാണ്ട് നമുക്കൊരു ജീവിതമില്ല എന്ന് തോന്നി നമ്മൾ ജീവിച്ച് തുടങ്ങുമ്പോഴാണ് ഇയാൾക്ക് നമ്മളെ മടുത്തു, നമ്മളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ആളുകളെ തേടി മറ്റ് സുഖങ്ങൾ തേടി പോകുന്നത്. ആ സമയത്ത് മനസ്സിലുണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു സമ്മർദ്ദമാണ് ഈ പല കൊലകൾക്കും കാരണമെന്നാണ് പല സൈക്കോളജിസ്റ്റുകളും പറയുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരിക്കലും പുരുഷനെയും തെറ്റി പറയാൻ കഴിയില്ല, സ്ത്രീയെയും തെറ്റി പറയാൻ കഴിയില്ല. ഇപ്പോൾ ചില ബന്ധങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടാൽ നമ്മളത് അവിടെ വെച്ച് അപ്പോഴേ മുറിച്ച് കളയുക എന്നുള്ളതാണ്. ആർക്കും ആരെയും സഹിച്ച് ജീവിതത്തിൽ കല്യാണം കഴിഞ്ഞില്ലേ, നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നമുക്ക് എത്ര കാലം നമ്മളങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഒരു പരിധി കഴിയുമ്പോൾ നമുക്കും അത് മടുപ്പ് തുടങ്ങും, വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ച് തുടങ്ങും. പല നമ്മളെ മടുത്തുകൊണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം, ഇതിപ്പോൾ ഒരു തീവ്രമായ പ്രണയം, വിവാഹം കഴിച്ചതിന് ശേഷം ഒരു സ്ത്രീയെ മടുത്തിട്ട് ഒരു പുരുഷൻ മറ്റൊരു സ്ത്രീയിലേക്ക് അഭയം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായി സെക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കാനോ പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയൊന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അവൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. കാരണം തന്നെ മടുത്തുകൊണ്ട് വേറൊരുത്തിയെ മടുക്കാത്തടത്ത് പോകുന്നിടത്ത് ഉണ്ടാകുന്നൊരു 22കാരി ചിന്തിച്ചു വെച്ചിരിക്കുന്നത് സെക്സ് ഈസ് എ പ്രോമിസ് എന്നാണ്. ഒരു വലിയ നമ്മളെ ഒരു മായാനദി എന്ന് പറയുന്ന സിനിമയിലെ വലിയൊരു ഇത് തന്നെയാണല്ലോ. ഇതിൽ സെക്സ് ഈസ് എ പ്രോമിസ് എന്നാണ് ഈ കുട്ടി വിചാരിച്ചിരിക്കുന്നത്, നോട്ട് എ പ്രോമിസ് എന്നല്ല കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രതികാര വാഞ്ചയാണ് ഇതിലേക്ക് നയിച്ചത്.
അതൊക്കെ പണ്ടാണ്. ഒരാൾ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ മാത്രമാണ് നമ്മുടെ പുരുഷൻ. അതിലപ്പുറം നമുക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തതിന് ശേഷം മറ്റേ ആരെയും കല്യാണം കഴിച്ചുകൂടാ, അവളുടെ തെറ്റുകൊണ്ടാണോ? അവളുടെ ചാരിത്രം എന്ന് പറഞ്ഞ ആളുകളിപ്പോൾ ഇത് കന്യാകത്വം ചാരിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പോകുന്നത് ആ പെൺകുട്ടിയുടെ തെറ്റുകൊണ്ടാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അതൊന്ന് ഇപ്പോൾ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനെ വിട്ടു പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവളെ വിട്ടു പോകാം, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഇപ്പോൾ അതൊക്കെ ഒരുപാട് മാറി. ഇപ്പോൾ എന്താ പറയുക, ബ്രേക്കപ്പ്, തേച്ചു, വേണ്ട എന്നൊക്കെ ഉള്ളൊരു രീതിയിലേക്ക് മാറി. പിന്നെ ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു തരത്തിലും എനിക്ക് അവനല്ലാതെ മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്ന് ഈ 22-കാരി തീരുമാനിച്ചതുപോലെ ചിലർ തീരുമാനിക്കുമ്പോഴാണ് മരണത്തിലേക്ക് വരെ എത്തുന്ന കാര്യങ്ങളിലേക്ക് പലതും പോകുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ പരസ്പരം മനസ്സിലാക്കണം. പിന്നെ ഒരു വിശ്വാസ്യതയുടെ ഇതുണ്ട്. പൊതുവെ വഞ്ചിച്ചു എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു വേദന, അതിൽ നിന്ന് വരുന്ന ഒരു പ്രതികാരം, അതിൽ നിന്ന് വരുന്ന സമ്മർദ്ദം, എന്നാൽ എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടണ്ട എന്നുള്ള ഒരു തോന്നൽ, ഇതൊക്കെ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുറേ അധികം വികാരങ്ങളാണ്. അതെ, അതിൽ നിന്ന് സ്വാഭാവികമായും തോന്നുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ലിംഗമൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. കാരണം ഞാൻ ആ സിനിമയിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളൂ. പിന്നീട് അത് എന്തോ ഉണ്ട്. അപ്പം പിന്നെ പ്രശ്നമില്ല. അപ്പം പിന്നെ എങ്കിലും ഈ യുവതി ചെയ്തത് ഏറ്റവും മോശപ്പെട്ട നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല. പിന്നെ വേറൊരു കാര്യം കാമുകന്മാരോട് പറയാനുള്ളത്, ലിംഗം മുഖ്യം ബിഗിലേ.